നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അത് ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ചെറുപയർ മുളപ്പിച്ചിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അത് ഞാനൊരു മൺചട്ടിയിലാണ് വെക്കണത്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും മൺചട്ടി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൊണ്ട് തന്നെ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും കൊണ്ട് തന്നെ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം കടുകിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചതും കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതാക്കി മുറിച്ചത്. ഉള്ളി കൂടിയാലൊന്നും കുഴപ്പമില്ല. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടുക. നിങ്ങൾക്ക് എത്ര എരിവ് വെച്ചാൽ ആവശ്യമുള്ളത് ഇടുക. ഒരുപാട് മുളകൊന്നും ഇടാതിരിക്കണതാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് ഒരുപാട് മുളകൊന്നും ഞാൻ ഇടുന്നില്ല. ഈ മുളകിൻ്റെ നല്ല എരിവാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വറമുളക് ഉണ്ട്. വറമുളക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിനാണ് വറമുളക് ഇട്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനത് മുളപ്പിച്ചതിന് ശേഷം 1 കപ്പ് പയറാണിത്. മുളപ്പിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ മുളപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ചെറുപയർ രാവിലെ വെള്ളത്തിലിടുക. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് രാത്രിയാകുമ്പോൾ അതിനെ നല്ല വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഒന്നുമില്ല ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ആക്കി വെച്ച് പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ മുളച്ച് കിട്ടും. മുളച്ചതിന് ശേഷം നല്ലൊരു ബോക്സിലാക്കിയിട്ട് മൂടിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് തോരനുണ്ടാക്കി പല റെസിപ്പികൾ ഉണ്ടാക്കാം. ഞാൻ കുറേ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കുക. എണ്ണയിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് പകുതി വെന്തിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കുക. ഇത് തൈറോയിഡ്, BP, ഷുഗർ, കൊളസ്ട്രോൾ, PCOD, അങ്ങനെ വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുളകിടാതെ കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. നമ്മൾ ചെറുപയർ സാധാ കഴിക്കുന്നതിനെക്കാട്ടിലും 100 ഇരട്ടി ഫലമാണ് ഇത്. ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിലത്തെ കൊഴുപ്പ് മാറിക്കിട്ടും. അപ്പോൾ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിച്ചാൽ ചിലവർക്ക് ഇതുണ്ടാവും, ഗ്യാസ് ഉണ്ടാകുമെന്ന്. ഇല്ല കേട്ടോ, ഗ്യാസൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു ചെറുപയർ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഗ്യാസ് ഉണ്ടാകുമോ പേടിച്ചിട്ടാണ്. അപ്പം ഗ്യാസൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറക്കുക. തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇളക്കിയിട്ട് നമ്മൾ അടിയിലത്തത് മേലക്കും മേലത്തത് അടിയിലേക്കും അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ അതെങ്ങനെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ നല്ല വെള്ളം കുടിക്കുക കേട്ടോ. 3 ലിറ്ററിൽ കൂടുതലേ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കുക. വെള്ളം നല്ലപോലെ കുടിക്കണം. ഫുഡ് കൺട്രോൾ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ മുളപ്പിച്ച പയറും മുളപ്പിച്ച ഇതൊക്കെ കഴിച്ചുകൊണ്ടൊന്നും വെയിറ്റ് കുറയില്ല. നമ്മൾ കുറച്ച് കൺട്രോളും ചെയ്യണം. പിന്നെ ചോറ് എടുക്കുന്നത് ഒരു കയ്യിൽ ചോറ് ഇട്ടാൽ ഒരു കയ്യിൽ ചോറ് എടുക്കണത് എത്രയും കമ്മിയാക്കുക. വെള്ള അരി കഴിക്കാതിരിക്കുക. മട്ടരി, തവിടുള്ള അരി കഴിക്കാൻ പറ്റുന്നവർ തവിടുള്ള അരി തന്നെ കഴിക്കുക. പിന്നെ നമ്മളെടുത്ത ചോറിനേക്കാളും ഇരട്ടിയായിട്ട് ഉപ്പേരികൾ എടുക്കുക. മീൻ കറി വെച്ചത് കഴിക്കുക. ഇത് പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ പൊരിച്ചെടുത്ത മീനാണ്. മീൻ ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നുള്ളവർ എണ്ണ ഒഴിക്കാതെ ഫ്രൈ ചെയ്യുക. എത്ര നേരം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ.